Hello everyone, welcome back to Raj Talks. സംഭവ വിവരണം നാൽവർ സംഘം ദ ക്രോണിക്കിൾസ് ഓഫ് 4.5. ഒരു 4.5 സംഘം തിരുവനന്തപുരത്തെ കൊച്ചു പിള്ളേർ, അതായത് സ്കൂൾ ടൈമിൽ നിന്ന് തുടങ്ങി 1998 സ്റ്റാർട്ട് ചെയ്തിട്ട് 2008 2018 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പിള്ളേർ എങ്ങനെ ഡെവലപ്പ് ആകുന്നു. അവർ ബേസിക്കലി ഒരു കോളനി അല്ലെങ്കിൽ ചേരി എന്നൊക്കെ പറയുന്ന പ്രദേശത്തു നിന്ന് ജനിച്ചു വളർന്നതും അവിടുത്തെ അവരോടുള്ള അവജ്ഞ, പുറം ലോകത്തിൻ്റെ, അതായത് അപ്പർ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയുടെ അവജ്ഞ എല്ലാം കണ്ടു വളർന്ന ഈ 4 പേര്, 4.5 സംഘം, അവരെങ്ങനെ അവരുടെ ലൈഫിലേക്ക് മുന്നിട്ട് വരണമെന്നുള്ളൊരു വാശി, ഒരു ഫയർ വരും. അപ്പോൾ കണ്ണിൽ കാണുന്ന എല്ലാ പ്രതിസന്ധിയും തച്ചുടച്ച് അവർ മുമ്പിലോട്ട് വരുന്നൊരു കഥയാണ്. പക്ഷേ ഇതൊരു ഡാർക്ക് ഹ്യൂമറിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ട്. ഒരു 6 എപ്പിസോഡായിട്ട് കൃഷാന്ത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ കൃഷാന്തിൻ്റെ മുമ്പുള്ള പടങ്ങൾ പറയുകയാണെങ്കിൽ ആവാസവ്യൂഹം, പുരുഷപ്രേതം, ഇതാണ് ഫേമസ് ആയിട്ടുള്ളത്. പുള്ളി വേറെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, വെബ് സീരീസും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ പുള്ളിയുടെ ഒരു മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഡെഫിനറ്റ്ലി ഇൻസ്പയർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് തോന്നിയതായിരിക്കാം. ഗൈ റിച്ചിൻ്റെ മൂവീസൊക്കെ ഇല്ലേ, ദ ജെൻറ്റിൽമാൻ, നെറ്റ്ഫ്ലിക്സിൽ വന്ന സീരീസ്, അതിൻ്റെയൊക്കെ ഒരു മേക്കിങ്ങിനോട് സാദൃശ്യമുള്ള, ഇൻസ്പയർഡ് ആയിട്ടുള്ള, നമ്മുടെ ലോക്കൽ തിരുവനന്തപുരംകാർക്ക് ഈ പടം ഭയങ്കരമായിട്ട് കണക്റ്റ് ആകും. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ, പക്ഷേ ആ സ്ഥലങ്ങളുടെ എല്ലാം പേരിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കന്യാകുമാരി എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്താണ്, തിരുവഞ്ചിപുരം അങ്ങനെ എങ്ങാണ്ടാണ് തിരുവനന്തപുരത്തിന് പറയുന്നത്, തോന്നി, അങ്ങനെ കുറേ സ്ഥലങ്ങൾ, ആറ്റുകാലിന് ആറ്റുമേൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തോ ഒരു പക്ഷേ ഒരു പർട്ടിക്കുലർ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾക്കാരെ അവരെ ഷെയിം ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം എടുത്ത ഡിസിഷനായിരിക്കാം, എനിക്കറിയില്ല. ഹാവിങ് സെഡ് ദാറ്റ്, ഇത് വളരെ സ്ലോ ആയിട്ട്, ഇങ്ങനെ ഒരു സ്ലോ ബേണിങ് ആയിട്ടിങ്ങനെ തുടങ്ങി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു എഫേർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. അത് നമുക്ക് ഓരോ എപ്പിസോഡും 45 to 72 മിനിറ്റ്സ് ഉണ്ട്. മൊത്തം 6 എപ്പിസോഡ്. ചിലപ്പോൾ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ കാര്യം അത് നമ്മുടെ തലയിൽ രജിസ്റ്റർ ആവും. അത് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാക്ടർ കൊണ്ടുവരുന്നത് 6ാമത്തെ എപ്പിസോഡിലായിരിക്കും. ഇനി ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റിലേക്ക് കിടക്കാം. എൻ്റെ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വായിൽ നിന്ന് ഒരുപാട് പേരുകൾ മിസ്സാവും. കാരണം അത്രയും സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. വന്നവർ, ചെറിയ റോളിൽ വന്നവർ പോലും കിടിലമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കൃഷാന്തിൻ്റെ നോർമൽ മൂവീസിലുള്ള എല്ലാ ആൾക്കാരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരിക്കൽ ഒരു പക്ഷേ ഇദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഡയറക്ഷണൽ ബ്രില്യൻസ് കണ്ടവർക്ക് ഒരു ചെറിയ റോളാണെങ്കിൽ അവർ വന്ന് അഭിനയിക്കുമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മുമ്പ് കണ്ട പുരുഷപ്രേതത്തിൽ കണ്ട എല്ലാവരും, എല്ലാ ടീംസും ഇതുപോലുണ്ട്. ജഗദീഷ് ഏട്ടൻ, ഇന്ദ്രൻസ്, ദർശനയ്ക്കൊക്കെ ചെറിയ റോളാണ്, കുറച്ച് ഡയലോഗ്, ഷാർപ്പ് നോട്ടം. ജഗദീഷ് ഏട്ടനൊക്കെ രസമുണ്ട്, അതേ സർക്കാസ്റ്റിക് ലെവലിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ, വിഷ്ണു അഗസ്തി, ഹക്കിം ഷാ, ഇനിയും ഒരുപാട് പേരുണ്ട്. ആക്ച്വലി ഡീറ്റെയിൽഡായിട്ട് ഇവരുടെയൊക്കെ പേര് വായിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, ഇതിന് വന്നിരിക്കുന്ന ഇംഗ്ലീഷ് മ്യൂസിക് നല്ല രസമാണ്. അതാണ് ഇങ്ങനത്തെ ലോക്കൽ സെറ്റപ്പിലുള്ള കഥകൾ കാണിക്കുമ്പോഴും പോലീസ് കേസ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഫൈറ്റൊക്കെ പിക്ചറൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അൾട്ടിമേറ്റ് ഫണ്ണാണ്. അപ്പോൾ ഒരു ചേരിയിൽ നിന്ന് വന്നിട്ട് ഇവർ ഓരോ ബിസിനസ്സിലോട്ട് കിടക്കുകയാണ്. അതായത് സ്മഗ്ലിംഗ് പോലത്തുള്ള സംഭവങ്ങൾ, പാൽ കച്ചവടം, പൂക്കച്ചവടം, അങ്ങനെ ഒരുപാട് പരിപാടിയിലൂടെയൊക്കെ ഇവർ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഈ നാൽവർ സംഘത്തിൽ തന്നെ ഇവർക്ക് ആദ്യം അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ അണ്ടർവേൾഡ് സ്റ്റോറിയിലും പോലെ എക്സിസ്റ്റിംഗ് ഗ്യാങ്ങിനെ ആദ്യം അടിച്ച് പേരുണ്ടാക്കണം. അപ്പോൾ അതിൽ വരുന്ന പ്രശ്നങ്ങൾ, ആ ഗ്യാങ്ങിൽ ഇവരോട് പക വരുന്ന ആൾക്കാർ, അങ്ങനെ ഈ സിനിമയിൽ എനിക്കൊരു പർട്ടിക്കുലറായിട്ട് ജഗദീഷ് ഏട്ടൻ സൂപ്പറായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ആൾ സൂപ്പറായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് വിഷ്ണു അഗസ്തി തന്നെയല്ലേ, മറ്റേ RDXലെ, അല്ലെങ്കിൽ 1001 നുണകൾ, പുള്ളിയുടെ ഒരുപാട് പടങ്ങളുണ്ട്. പുള്ളി ഒരു അണ്ടർ റേറ്റഡ് നടനാണ്. പുള്ളിക്ക് ഇനിയും മലയാള സിനിമ ഭയങ്കരമായിട്ട് പുള്ളിയെ യൂട്ടിലൈസ് ചെയ്യാനുണ്ട്. കാരണം ഇപ്പോൾ 1001 നുണകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏർബൻ അങ്ങനത്തെ ഒരു സ്റ്റൈലിലുള്ള കുറച്ച് സ്റ്റൈലിഷ് റോളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ആളൊരുക്കം, അല്ലെങ്കിൽ സോറി, നമ്മുടെ കരിക്കിൻ്റെ ഒരുപാട് വെബ് സീരീസിൽ പുള്ളി വന്നിട്ടുണ്ട്. ഇൻസോംനിയ നൈറ്റ്സ് അങ്ങനെ എന്തോണ്ട് പറഞ്ഞിട്ട്, അതിലൊക്കെ മുഴുപ്പിരി വട്ടനാണ്. ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ പുള്ളി വേറൊരു ലെവലിലൊരു കിളി പോയൊരു ഐറ്റം അത് പുള്ളി കാണിച്ചിരിക്കുന്നത്. പുള്ളി ത്രൂ ഔട്ട് ഇങ്ങനെ ഈ വെബ് സീരീസിൽ ഇങ്ങനെ വന്നു പോകും, പുള്ളിയുടെ പ്രസൻസ് ഉണ്ട്. അവസാനമൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം
ഒരു RDXലെ ഒരു റൗഡിയുടെ ഷെയ്ഡ് ഇതിനകത്തുണ്ടെങ്കിലും പുള്ളി ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട്. അതായത് RDXലെ സെയിം ക്യാരക്ടർ എന്നല്ല ഞാൻ പറയുന്നത്. ഡിഫറെൻ്റ് ആണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് വയലൻസും റൗഡീസുമാണ്. പക്ഷേ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു വേറെ ലെവലിലാണത്. അതുപോലെ പ്രശാന്ത് അലക്സിൻ്റെ ബ്രൂസ് ലീ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്. പുള്ളി ഫൈറ്റൊക്കെ നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ചാടി ചവിട്ട് പുള്ളിയുടെ അസൽ മറ്റേ കരാട്ടി സ്റ്റാൻസൊക്കെയാണ്. ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് പുള്ളി നിന്ന് പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ലെവലും പുള്ളിക്ക് പണി കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കുന്നതും അങ്ങനത്തെ പരിപാടിയെല്ലാം നല്ല സെറ്റായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയും വിഷ്ണു അഗസ്തിയും ഒരു ഗ്യാങ്ങായിട്ട് വരുന്നു. ഇന്ദ്രൻ സേട്ടൻ പുള്ളി ഒരു അച്ഛൻ റോളിലാണ്. അപ്പം അത് നല്ല രസമാണ്. മകനെ അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളും പുള്ളിയും ഇതുപോലെ ആദ്യകാലത്തെ ഒരു 4.5 സംഘത്തിലുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളുണ്ട്. വിജയരാഘവൻ അദ്ദേഹത്തിനെ ഒരു 15 മിനിറ്റ് ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രില്യൻ്റാണ്. എന്ത് രസമായിട്ടാണ് പുള്ളി കോമഡി കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നറിയോ? അത് അങ്ങനെ ഒരുപാട് സബ് പ്ലോട്ട്സ്, ഒരുപാട് മെയിൻ പ്ലോട്ട്സ്, ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് പോകുന്ന സംഭവങ്ങൾ, ഗ്യാങ് വാറുകൾ അതൊക്കെയുണ്ട്. അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തമിഴ് ഒരാളുടെ പുള്ളിക്കൊരു അറ്റാക്ക് വരും. അവരുടെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാക്ക് സ്റ്റോറിക്കൊക്കെ ഇപ്പം നമ്മൾ വേറൊരു എന്താ പറയുക, തേക്കപ്പെട്ട സുന്ദരിയൊക്കെ കാണുമ്പോൾ നമ്മൾ വേറൊരു സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ സിനിമയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, ആ ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഡെപ്ത്ത്, അല്ലെങ്കിൽ അവർ ആ പരസ്പരം മനസ്സിലാക്കുന്നത്, അവരുടെ ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അത് കാണുമ്പോൾ ഓക്കെ, നമ്മുടെ മേക്കേഴ്സ് എത്രമാത്രം റിസർച്ച് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിപ്പോൾ ഒരു കോമഡിക്കാണെങ്കിൽ പോലും അവരെ ഒരിടത്തും താഴ്ത്തി കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നറേറ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. സഞ്ജു ശിവറാമിൻ്റെ ഹരിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഈ 4.5 സംഘത്തിലെ ഒരാളാണ്. മെയിൻ ലീഡാണ്. സഞ്ജു ശിവറാമിൻ്റെ പേഴ്സ്പെക്റ്റീവ്, അല്ലെങ്കിൽ പുള്ളിയാണ് ഇതിനകത്തെ ഒരു നായക കഥാപാത്രം എന്ന് പറയാം. പുള്ളി ലീഡ് ചെയ്യുന്നു, പുള്ളിയുടെ നറേഷൻസ് അങ്ങനത്തെ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ മൈത്രേൻ എന്ന് പറയുന്ന ജഗദീഷിൻ്റെ ക്യാരക്ടറിനെ മീറ്റ് ചെയ്തിട്ട് ഈ കഥയെല്ലാം നറേറ്റ് ചെയ്യുന്നു. അതിൽ തന്നെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി എ വെരി ഇൻട്രസ്റ്റിംഗ് വാച്ച്. അതാണ് എൻ്റെ അഭിപ്രായം. പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഡു കമൻറ്റ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.